നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 7:11. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഈ വാക്യത്തിൽ നമ്മൾ യഹോവയെ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെപ്പോഴും യഹോവയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമ്മളൊരിക്കലും ഒരിടത്തും ലജ്ജിച്ചു പോകില്ല. നമ്മൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതിന് നല്ലൊരു പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഏവർക്കും ഒരിക്കൽ കൂടി വചന സമീക്ഷയിലേക്ക് സ്വാഗതം. നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വാക്യത്തിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് യഹോവയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചും യഹോവ നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. യഹോവ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അത്തരത്തിൽ നമുക്ക് ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് വന്നാൽ യേശു ചെയ്ത ആദ്യത്തെ ഒരു അത്ഭുതമുണ്ട്. അത് യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രം യേശുവിൻ്റെ അമ്മയിൽ കൂടി ഒരു കല്യാണ വീട്ടിൽ നടന്ന വലിയൊരു അത്ഭുതമാണ്. നമുക്കിന്ന് അതിനെക്കുറിച്ച് തന്നെ പറയാം. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലേക്ക് കടക്കുന്ന സമയത്താണ് കാനായിലെ കല്യാണ വീട്ടിലെത്തുന്നത്. അവിടെ എത്തിയപ്പോൾ നമുക്കറിയാം, ഒരു കല്യാണ വീടാണ്, അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. യേശു മാത്രമല്ല, യേശുവിൻ്റെ അമ്മയായ മറിയയുമുണ്ട്. അങ്ങനെ യേശുവിന് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഒരു കല്യാണ വീടാണ്, ഒരുപാട് അതിഥികളുണ്ട്, നിരവധി പേരുണ്ട്. ആ കല്യാണ വീട്ടിലെ ആ ഗൃഹനാഥനും ബാക്കി എല്ലാവരും ചേർന്ന് അതിഥികൾക്കുള്ള വിരുന്നും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് വെച്ചാണ് ആ വീട്ടിലെ വീഞ്ഞ് തീർന്നു പോകുന്നത്. പിന്നെ അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല. എല്ലാവരും, ആ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട എല്ലാവരും വീഞ്ഞ് തീർന്നത് കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു വിവാഹ വിരുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതിഥികളുടെ മുന്നിൽ നാണക്കേടുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും വീഞ്ഞ് പെട്ടെന്ന് തീർന്നപ്പോൾ പരിഭ്രാന്തരായി. നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? അലീന. ചേച്ചി എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും ഒരു മോനും. ഓക്കെ ഓക്കെ ചേച്ചി. അപ്പോൾ അന്ന് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു, ഒരെണ്ണം എനിക്ക് തെറ്റിപ്പോയി. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദാവീദ് ഇസ്രായേലിൽ എത്ര വർഷം വാണു? 40 സംവത്സരമാണോ? 40. അതെ, കറക്റ്റാണ്, 40 വർഷം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പാട്ട് പാടുമോ? ആണോ? എങ്കിലൊരു 4 വരി പാടാമോ? ശരി. ഓക്കെ. നടത്തിയിടുന്നു ദൈവമെന്നെ, നടത്തിയിടുന്നു നാൾത്തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. നാൾത്തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ദൈവമെന്നെ നടത്തിയിടുന്നു. നാൾത്തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഹലോ. ഓക്കെ, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ദാവീദ് ഭരിച്ച 40 വർഷത്തിൽ എത്ര വർഷം ഹെബ്രോനിൽ വാണു? 7 സംവത്സരം ആണോ? 7 സംവത്സരം ഉറപ്പാണോ? ഹെബ്രോനിൽ ദാവീദ് 7 സംവത്സരമാണ് വാണത്. ഉറപ്പാണോ? ഉറപ്പാണ്. എങ്കിൽ ആൻസർ കറക്റ്റാണ്, 7 വർഷം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ദാവീദ് ഭരിച്ച 40 വർഷത്തിൽ എത്ര വർഷം യെരൂശലേമിൽ വാണു? 33 വർഷം. അതെ, കറക്റ്റാണ്, 33 വർഷം. അപ്പോൾ 3 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒരുപാട് അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? യേശു ചെയ്ത. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എങ്കിലും യേശുക്രിസ്തു ചെയ്ത അത്ഭുതം രക്തസ്രവക്കാരിയെ സൗഖ്യമാക്കി, ആ ഒരു സൗഖ്യം കൊടുത്തത്. ദൈവത്തിന്റെ തൊങ്ങലിന്ന് വരെ ശക്തി പുറപ്പെട്ട്. ആ ഒരു കാരണം കൊണ്ടാണോ? തീർച്ചയായിട്ടും. ആ രക്തസ്രവക്കാരിക്ക് വിടുതൽ ആവശ്യമായിരുന്നല്ലോ. അപ്പം ഓടി ഇങ്ങനെ അത്രയും പുരുഷാരത്തിന്റെ ഇടയ്ക്കൂടെ ആ യേശുവിന്റെ വസ്ത്രത്തിലല്ലേ തൊട്ടത്. അപ്പൊ വസ്ത്രത്തിൽ വരെയും ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ. അതെനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതെ. ഓക്കെ ചേച്ചി, നമുക്ക് അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരി ശരി. അവസാന ചോദ്യം. ശലോമോന്റെ രാജ്യത്വം എത്രമാത്രം സ്ഥിരമായിരുന്നു? രാജ്യത്വം, സിംഹാസനത്തിൽ അവന്റെ രാജ്യത്വം സ്ഥിരമായിരുന്നു. ദാവീദിന്റെ സിംഹാസനത്തില്. അതെ അതെ, കറക്റ്റാണ്, അത് സുസ്ഥിരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ നന്ദി. ഓക്കെ, അടൂരിൽ നിന്നും അലീനയാണ് ഇപ്പോൾ വിളിച്ചത്. 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ട് പാടി, അതുപോലെ തന്നെ ബൈബിളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് യേശുവിനെ കുറിച്ചാണ്. യേശു അവിടെയുണ്ട്. അതേസമയം ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയില്ല. ഈ സമയം യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്കറിയാം ഇവിടെ യേശുവുണ്ട്. അവൻ വിചാരിച്ചാൽ ഇവരെ ഈ ഇത്രയും വലിയൊരു നാണക്കേടിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ കഴിയുമെന്ന്. യേശുവിൻ്റെ അമ്മ, നമുക്കറിയാം, ഒരു കല്യാണ വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് ഓരോരുത്തരായിട്ട് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരും അറിയുമെന്ന്. ഇങ്ങനെ ഈ വാർത്ത യേശുവിൻ്റെ അമ്മയുടെ ചെവിയിലും എത്തി. അപ്പോൾ തന്നെ ആ ഭവനത്തിലെ, ആ വിവാഹം നടക്കുന്ന വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയോട് പോയി യേശുവിൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് വീഞ്ഞ് തീർന്നു പോയതാണെന്ന്. അപ്പോൾ യേശുവിൻ്റെ അമ്മ നേരെ യേശുവിനോട് പോയിട്ട് പറഞ്ഞു, ഈ വീട്ടിലെ വീഞ്ഞ് തീർന്നിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ യേശുവിൻ്റെ മനസ്സിലപ്പോൾ യേശുവിന് തൻ്റെ ശുശ്രൂഷയിലേക്ക്, താൻ അത്ഭുതങ്ങൾ ചെയ്യേണ്ട, താൻ ശുശ്രൂഷ ചെയ്യേണ്ട സമയമായിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ യേശു ഒന്നും ചെയ്യണം എന്നൊരു തീരുമാനവും യേശുവിനില്ലായിരുന്നു. പക്ഷേ മറിയം വീണ്ടും യേശുവിനോട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ, കല്യാണ വീട്ടിൽ വിവാഹത്തിനിടയ്ക്ക്, വിവാഹ സൽക്കാരത്തിനിടയ്ക്ക് വീഞ്ഞു തീർന്നു പോരുകയാണ്, നിനക്ക് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന്. മറിയം അവിടെ നിന്ന് ആ വേലക്കാരോട്, അവരോട് പറയുന്നുണ്ട്, ഇവനെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണമെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് യേശുവിനോട് വീണ്ടും മറിയത്തിൻ്റെ ആഗ്രഹം, ആ ഭവനത്തിലെ ഓരോ ആൾക്കാരുടെയും ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ വിവാഹ സൽക്കാരത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥ യേശുവിനോടൊന്നും കൂടെ പറയുന്നുണ്ട്. നമുക്ക് വീണ്ടും ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ലിസി, കണ്ണൂര്. ലിസി, കണ്ണൂരിൽ നിന്നാണല്ലേ വിളിക്കുന്നത്? ഓക്കെ ചേച്ചി, ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ലല്ല, കൊറേ പ്രാവശ്യമായല്ലോ. ഞാൻ വിളിച്ചല്ല, ഇങ്ങോട്ട് വിളിക്കുന്നത്. ഓക്കെ ചേച്ചി, ഓക്കെ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യുക? ഇപ്പൊ പണിയൊന്നും എടുക്കുന്നില്ല, വീട്ടിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ചോദ്യം, ശലോമോൻ അദോനിയാവിനെ സംബന്ധിച്ച് എന്തു കൽപ്പനയാണ് കൊടുത്തത്? അദോനിയ മരിക്കണമെന്ന് അതെ, യഹോവ സത്യമായി ഇന്നു തന്നെ അദോനിയാവ് മരിക്കണം. അതെ, കറക്റ്റാണ്. ചേച്ചി പാട്ട് പാടുമോ? ഹലോ. അല്ല, പാട്ടറിയത്തില്ല. ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അദോനിയാവിനെ കൊല്ലുവാനായി ശലോമോൻ അയച്ചത് ആരെയാണ്? യഹോദായുടെ മകൻ ബദാനിയായ. അതെ, കറക്റ്റാണ്. യഹോയാദയുടെ മകനായ ബെനയാവിനെ. കറക്റ്റാണ് ആൻസർ. അപ്പോൾ നമ്മുടെ ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? അതെന്താ ദാനിയേലിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ദാനിയേലിനെ ഇഷ്ടപ്പെടാൻ ദാനിയലിന്റെ പ്രാർത്ഥന ഇഷ്ടമാണ്. ദാനിയൽ പിന്നെ സൂസനെ രക്ഷിച്ചതൊക്കെ. ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. വിശ്വാസം, പ്രാർത്ഥന, എല്ലാം ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. ബെനയാവ് അദോനിയാവിനെ കൊന്നത് എങ്ങനെയാണ്? ഓക്കെ, അവനെ വെട്ടിക്കൊന്നു. അപ്പോൾ അതാണ് ആൻസർ, അവനെ വെട്ടിക്കൊന്നു. ചേച്ചി, നമ്മുടെ ബൈബിളിൽ യേശു ചെയ്ത ഒരുപാട് അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? ഏതെങ്കിലും ഒരു സംഭവം. ഒരു വിധവയ്ക്ക് ഒരു ഏക മകനുണ്ടായിരുന്നു. ആ മകനെ വിധവയുടെ മകനെ മരിച്ചവരിൽ ഉയർപ്പിച്ചു. വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അതാണോ? വിധവയില്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കാനായിലെ കല്യാണ വിരുന്നിന്റെ അവരുടെ പിന്നെയുണ്ട് ഒരുപാട് ഓർത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് ഏതെങ്കിലും ഒന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞത്. അതിപ്പോ വേറെ ഭർത്താവില്ല. വിധവയെന്ന് പറയുമ്പോൾ ഭർത്താവില്ലാത്ത ആളെ ഏക മകൻ മരിച്ചു പോകുമ്പോ ഭയങ്കര ദുഃഖത്തിൽ പോകുന്ന സമയത്തല്ലേ യേശു സമാനത്തിന്റെ തൊട്ട് മകനെ ഉയർത്തിച്ച്. അതൊരു മനസ്സിൽ കൊള്ളുന്നൊരു അത്ഭുതമല്ലേ. അതെ. അപ്പൊ നമുക്ക് അവസാന ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ. അവസാന ചോദ്യം, നീ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, നീ മരണയോഗ്യനാകുന്നു എന്ന് ശലോമോൻ ആരോടാണ് പറഞ്ഞത്? പുരോഹിതനായ അബ്യാദാർ. ഓക്കെ, അബ്യാദാർ പുരോഹിതനോട്. കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചേച്ചി 4 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു. കണ്ണൂരിൽ നിന്നും ലിസി ചേച്ചിയാണ് ഇപ്പോൾ വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ നല്ലൊരു കോളായിരുന്നു. പറഞ്ഞു വന്നത്, നമ്മുടെ യേശു അവിടെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമെന്നൊരു വിശ്വാസത്താൽ അമ്മ ഒരു സൈഡിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ. അപ്പോൾ അതിനുവേണ്ടി ആ അവരെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. യേശു കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. ഒടുവിൽ അവരോട് പറയുന്നു, അവിടെ ഇരിക്കുന്ന ആ കൽഭരണികളിൽ നിന്നും അതിൽ നിന്നും നിറയെ വെള്ളമായിരുന്നു, അത് എടുത്ത് വിരുന്നുകാർക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ യേശു അവിടെ നിന്നവരടുത്ത് പറയുന്നുണ്ട്, ആ സമീപത്തിരിക്കുന്ന 7 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ.
അപ്പോൾ അവരൊന്ന് ശങ്കിച്ചു. കാരണം എന്തിനാ വെറുതെ ആ ഭരണികളിൽ വെള്ളം നിറയ്ക്കുന്നത്? അപ്പോൾ വീണ്ടും യേശുവിൻ്റെ അമ്മ പറഞ്ഞത് അവർ വീണ്ടും ഓർത്തു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവാൻ. അവരെല്ലാവരും യേശു പറഞ്ഞതുപോലെ തന്നെ അനുസരിച്ചു. ആ 7 കൽഭരണികളിലും വെള്ളം നിറച്ചു. വെള്ളം നിറച്ചതിന് ശേഷം പറഞ്ഞു വിരുന്നുവാഴിയോട്, ആ കൽഭരണികളിൽ നിന്നും അത് കോരി അവിടെ വന്നിരിക്കുന്ന വിവാഹ സൽക്കാരത്തിൽ വന്നിരിക്കുന്ന അതിഥികൾക്ക് നൽകാൻ. ആ 7 കൽഭരണികളിൽ നിന്നും വെള്ളം എന്നവർ ചിന്തിച്ച് കോരുമ്പോൾ അത് വെള്ളമല്ല, നല്ല വീഞ്ഞായിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒരു കോള് വരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഗ്രേസി. ഗ്രേസി ആന്റി എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ അങ്ങാടിക്കൽ നിന്നാണ്. അങ്ങാടിക്കൽ. പത്തനംതിട്ട അങ്ങാടിക്കൽ നിന്ന്. പത്തനംതിട്ട. ഓക്കെ ആന്റി. പത്തനംതിട്ട സ്ഥലം അങ്ങാടിക്കൽ തന്നെ, പത്തനംതിട്ട ജില്ലയാ. ഓക്കെ ഓക്കെ, പത്തനംതിട്ട ജില്ലയിൽ മനസ്സിലായി. പത്തനംതിട്ട അങ്ങാടിക്കൽ. ഓക്കെ ആന്റി. അപ്പോൾ ആന്റിയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് ഞാനും ഉണ്ട്, എന്റെ ഹസ്ബൻഡും, പിന്നെ എനിക്കൊരു മോളുള്ളത്. മോളാണല്ലേ. മോൾ എന്ത് ചെയ്യുവാ? മോള് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഓക്കെ, മോളുടെ പേരെന്താ? എന്റെ പേരുടെ മോൾ സോണിയ. സോണിയ. ഓക്കെ. അങ്കിൾ എന്ത് ചെയ്യുവാ? അങ്കിള് കൃഷിയൊക്കെ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അങ്കിളിന്റെ പേരെന്താ? അങ്കിളുടെ പേര് ബാബു. ഓക്കെ ആന്റി, ബാബു. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഓക്കെ ആന്റി. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവയുടെ പൗരോഹിത്യത്തിൽ നിന്ന് ശലോമോൻ നീക്കിക്കളഞ്ഞത് ആരെയാണ്? അബ്യാഥാർ പുരോഹിതൻ. അതെ, കറക്റ്റാണ്. അബ്യാഥാർ പുരോഹിതനെ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓക്കെ ആന്റി. ആന്റി പാട്ട് പാടുമോ? പാട്ട് എനിക്ക് ഇഷ്ടമാ. പാടുമോ? പാടാറുണ്ടോ? പാടാറുണ്ട്. എങ്കിലൊരു 4 വരി പാടാമോ? പാടാം. ഓക്കെ ആന്റി. എനിക്ക് പഴയ പാട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് പഴയ ഒരു പാട്ട് പാടാം. ഓക്കെ, ആന്റിയുടെ ഇഷ്ടമുള്ള ഏത് പാട്ടെങ്കിലും പാടിക്കോ. മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം, പാവന ഹൃദയം ഏകുക സദയം, കേവലം ലോക സുഖങ്ങൾ വെടിഞ്ഞു ഞാൻ താവകത്ത് പാദം ചേരാൻ. ആശ്രിത വത്സല യേശു മഹേശനെ ശാശ്വതമേ തിരുനാമം, ശാശ്വതമേ തിരുനാമം. ഓക്കെ ഓക്കെ ആന്റി, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും ദാവീദ് അനുഭവിച്ച സകല കഷ്ടതകളിലും പങ്കാളിയായിരുന്നതിനാലും മരണശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പുരോഹിതൻ ആരാണ്? അതും അബ്യാഥാർ പുരോഹിതനാണ്. അതെ, കറക്റ്റാണ്, അബ്യാഥാർ. അപ്പോൾ 2 ക്വസ്റ്റ്യനും ആന്റി കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ബൈബിളിൽ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആന്റിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? എനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീ കഥാപാത്രം ശൂന്യംകാരത്തി. ശൂന്യംകാരത്തി. അതെന്താണ് ശൂന്യംകാരത്തിയുടെ പേര് പറയാനുള്ള കാരണം? ശൂന്യംകാരത്തിയുടെ പേര് പറയാനുള്ള കാരണം അവൾക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു. പക്ഷെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ദൈവത്തിന്റെ പരിജ്ഞാനമുള്ള സ്ത്രീ ആയിരുന്നുകൊണ്ട് എലീശ പ്രവചന ആ വഴി കടന്നു പോയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും
അദ്ദേഹത്തിന് വസിക്കാനായി കൊച്ചു മുറി ഉണ്ടാക്കി, മാളിക മുറി ഉണ്ടാക്കി കൊടുക്കുകയും അതിന് വേണ്ട എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുക്കാന്നൊക്കെ നമ്മള് ഈ രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഈ ശൂന്യകാലത്ത് എനിക്ക് അതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. അവൾ ശൂന്യകാലത്തിന് അതുകൊണ്ടാണ്. കാരണം അവളുടെ സമ്പത്തിന്റെ മഹിമയും വലിപ്പമൊന്നും കാണിക്കാതെ ദൈവത്തിന്റെ ദാസന്മാരെ തിരിച്ചുള്ള ഒരു ദൈവിക കൃപ ശൂന്യകാലത്തിൽ കൊണ്ടായിരുന്നുള്ളതുകൊണ്ട്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അബ്ശലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്ന വ്യക്തി ആരായിരുന്നു? യോബാബ്. അത് കറക്റ്റാണ് ആൻസർ, യോബാബ്. അപ്പോൾ 3 ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ, ശലോമോൻ യോവാബിനെ അന്വേഷിച്ച് ആളെ വിട്ടപ്പോൾ അവൻ എവിടേക്കാണ് ഓടിപ്പോയത്? എവിടേക്കായിരുന്നു അവൻ ഓടിപ്പോയത്? യഹോവയുടെ കൂടാരത്തില് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിക്കാൻ വേണ്ടി. അതെ, കറക്റ്റാണ്. യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അതെ, അപ്പൊ ആൻസർ കറക്റ്റാണ്. 4 ക്വസ്റ്റ്യനും ആൻറ്റി ഒരു കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. പത്തനംതിട്ടയിൽ നിന്നും ഗ്രേസി ആൻറ്റിയാണ് ഇപ്പോൾ വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തു, നല്ലൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ ഇവിടെ ആ വീഞ്ഞ് എല്ലാവർക്കും, വിവാഹസൽക്കാരത്തിൽ വന്ന എല്ലാവർക്കും നൽകി. ആ ഒരു കുടുംബത്തെയാണ് ആ സമയം യേശു സംരക്ഷിച്ചത്. അതുപോലെ തന്നെയായിരുന്നു ആ വീഞ്ഞ് ഇതിനു മുൻപ് കൊടുത്ത വീഞ്ഞിനേക്കാളും അസാധ്യമായ രുചിയുള്ളതായിരുന്നു. എല്ലാവർക്കും യേശു ചെയ്ത ഈ ഒരു അത്ഭുത പ്രവൃത്തിയിൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെയാണ് ഒരു കുടുംബത്തിനെ അവിടെ ഉണ്ടാവേണ്ട ഒരു നാണക്കേടിൽ നിന്നും രക്ഷിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ആദ്യത്തേതും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടതുമായ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഇത്. वीशुവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ വേലക്കാർ അനുസരിച്ചത് കൊണ്ട് മാത്രമാണ് വിവാഹ വീട്ടിൽ ഇത്തരത്തിലൊരു അത്ഭുത പ്രവൃത്തി നടക്കാൻ ഇടയുണ്ടായത്. ഇതുപോലെ തന്നെയാണ് നമ്മളും യേശു പറയുന്നത് അനുസരിച്ച് അല്ലെങ്കിൽ യേശുവിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ എപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.